ഹായ് നമസ്കാരം. മേമലക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഫാം കാണാനായിട്ട് പെർമിഷൻ മാറ്റുന്നതിലും പിന്നെ നമ്മുടെ സഹപാഠികളൊക്കെ ഇന്ന് ഒത്തുകൂടിയില്ല. അപ്പോൾ അതിലെ ഒരു സന്തോഷമല്ലേ. ഈ ഫാമിലെ വിശേഷങ്ങളും ഇവിടുത്തെ ഈ മേഖലയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാമല്ലോ പ്രേക്ഷകർക്ക് വേണ്ടി. ഇത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫാമാണ്. നമുക്ക് കേരള വെറ്റിനറി ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ 5 ഫാമാണുള്ളത് കേരളത്തിൽ. അതിൻ്റെ ഒരു ശാഖയാണിത്, കോലാഹലമേട് ബേസ് ഫാം എന്ന്. ഇവിടെ ഞങ്ങളൊരു 38 തൊഴിലാളികളുണ്ട്. കറവയുള്ള പശുക്കൾ, അത് നമ്മളിപ്പോൾ അങ്ങ് ഷെഡിലോട്ട് പോകുമ്പോൾ കാണാമല്ലോ. പിന്നെ അതിൻ്റെ ഡാക്കള്, പിന്നെ അതിൻ്റെ ഇടത്തരമായിട്ടുള്ള ഡാക്കള്, പിന്നെ അത് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പശുക്കൾ, അങ്ങനെയുള്ള ഒരു ഒക്കെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് ഒക്കെ കൃഷി ചെയ്തേക്കുന്നത് ഇത് ഈ ഫീൽഡിലാണ്. പിന്നെ അതിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണണം കേട്ടോ. പോകാം നമുക്ക്. കറവഷെഡ് അല്ലേ? ഇത് എൻ്റെ ഇവിടെ താമസിക്കുന്ന കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ ഇന്ന് ഇവരുടെ വീട്ടിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊരു പശുക്കളെ കാണാം കേട്ടോ. ഡാക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം പ്രസവിച്ച ഉടനെ തന്നെ ഡാക്കളെ ആവശ്യത്തിലേക്ക് മാറ്റുക. നമുക്കിനി കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറവ സമയത്ത് നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന പശുക്കൾക്ക് കറക്കുന്ന സമയത്ത് ഡാക്കളെ ഇട്ട് അവിടെ നിന്ന് കുടിപ്പിച്ച നമ്മൾ കറക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഇതിന് പകരം ഡാമിന് പകരം നമ്മൾ ഫീഡിട്ട് കൊടുക്കുക. കറന്ന മിഷൻ വെക്കുന്ന സമയത്ത് ഫീഡിട്ട് കൊടുത്തിട്ട് പാല് കറന്നെടുക്കുക ചെയ്യും. പശുവിനെ കുളിപ്പിക്കണം. പിന്നെ ഉച്ചകഴിഞ്ഞ് പശുവിന് മേട്ടയെ തീറ്റാൻ വിടുക. 6 മണിയാകുമ്പോഴത്തേക്കും തീറ്റാൻ വിടും. 12 ആകുമ്പോൾ കുളിച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും 1:30 ആകുമ്പോഴത്തേക്കും പശുവിനെ കുളിപ്പിക്കാൻ കയറും. അപ്പം 2:30 ആകുമ്പോൾ കുളിപ്പിച്ച് തീരും. 2:30 ആകുമ്പോൾ കറവയ്ക്ക് കയറും. കറവക്കാർ വരും. അന്നേരം പിന്നെ ഞങ്ങൾ പോലെ പശുക്കൾക്ക് അല്ല, വേറെ ആൾക്കാരാണ്. ആണുങ്ങളാണ്. ഞങ്ങളിത് തീറ്റ കൊടുക്കുന്നതാണ്. സന്തോഷം പങ്കുവെച്ചത് കേട്ടോ. ഈ ചക്ക ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങള് അല്ലേ അതല്ല അവര് ഞാൻ പറഞ്ഞറിയോ, നമ്മള് ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നില്ല അല്ലേ? അത് നമ്മുടെ ചങ്കാണ്. പക്ഷെ ജോലി വേഷം വേറെ, സുഹൃത്ത് ബന്ധം വേറെ അല്ലേ? എന്ന് പറഞ്ഞ ഇനമാണ്. നമ്മുടെ ഹെറിറ്റേജ് ഫാം ആയതുകൊണ്ട് പല ഇനങ്ങളിലുള്ള പശുക്കളെ വളർത്തുന്നുണ്ട്. നേരത്തെ ഉള്ളതിൽ വെച്ച് ഇത് വിറന്ന് പറഞ്ഞ ഇനമാണ്. കൊടുക്കാനായിട്ടുള്ള പുല്ലാണ്. ഇത് വന്ന് സെറ്റേറിയ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട പുല്ലാണ്. ഇത് സെറ്റേറിയ. ഇത് വന്ന് സെറ്റേറിയ അല്ലേ? ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഇതല്ലേ? ഇവിടെ തന്നെ കൊടുക്കുന്നത് കറവ ഇച്ചിരി പാലൊക്കെ കൂടുതൽ കിട്ടും ഈ പുല്ല് കൊടുക്കുമ്പോ. കറവപ്പുല്ലല്ല, ഇതിന്റെ പേര് പിന്നെ നേപ്പിയർ എന്ന് പറയും. CO3 എന്നും പറയും. CO3 പശു കാക്കൾ ജനിച്ച ഉടനെ അവിടെ തന്നെ കറവ് നടത്തിക്കൊണ്ടിരുന്ന പശുക്കളില്ലേ, ആ പശുക്കളുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്ന ഷെഡാണ്.
അപ്പൊ ഈ കുഞ്ഞിനെ അതിന്റെ അടുത്ത് എത്തിക്കുവോ? ബക്കറ്റ് വെച്ചേക്കുന്ന ആ പാല് കൊണ്ടുവന്നിരുന്നിട്ട് അവിടെ ആവശ്യത്തിലുള്ള റേഷൻ കൊടുക്കുവോ അല്ലേ? അതുകൊണ്ട് അത് മിനിഞ്ഞാന്നുണ്ടായ ഡാവ അണ്ട് അങ്ങേയറ്റത്ത് നിൽക്കുന്നത്. മിനിഞ്ഞാന്നുണ്ടായതാ അത്. ഇത് വന്ന് നമ്മൾ അവിടെ കണ്ടില്ലേ ഗീറ്, ആ ഗീറിന്റെ തന്നെ ഡാവ ഇന്നുണ്ടായതാ. പശുക്കാവിലുണ്ട്, മൂടിയുണ്ട്, മൂടി കൊടുക്കാനാണ്. കണ്ടില്ലേ ആ ഷെഡിലെ പശുക്കളുടെ പാല് കറന്നു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തൂക്കി അത് കുറ്റിയിലാക്കി മിൽമാക്കാർക്ക് കൊടുക്കുന്ന ഇവിടെ വെച്ചാ മിൽക്കിംഗ് റൂം ആയി. ഇതാണ് കറവ മെഷീൻ അല്ലേ? ആ അത് കറവ മെഷീൻ, ഇത് കറവ. ഈ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ മലയോര പ്രദേശത്ത് അപ്പം ഇത്ര മനോഹരമായിട്ട് നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് എന്നാ പറയാനാ നല്ലൊരു അറിവുകൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ച് അതുപോലെ നമ്മുടെ സഹപാഠികൾക്കെല്ലാം ഈ ഇതിനെ കുറിച്ചുള്ള എല്ലാ വിശദീകരണവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത സിന്ധുമോൾക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കും കേട്ടോ. വാഗമൺ എന്ന ഈ കൊച്ചു ഗ്രാമം ലോകത്തിലെ ഭൂപടത്തിൽ ടൂറിസ്റ്റ് മേഖലയായിട്ടിരിക്കുന്ന ഈ പ്രദേശത്തുണ്ടല്ലോ, പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഈ വീഡിയോ ഇത് ഇത്രമാത്രം സുന്ദരമായിട്ട് നിങ്ങൾ എടുക്കുവാനായിട്ട് അവസരം തന്ന നിങ്ങൾക്കും, പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു പുത്തൻ ഒരു അറിവ് പകർക്കാണ്. ഈ നല്ല വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോ പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല പുതിയ പുതിയ വീഡിയോകളും തരും, പുതിയ പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. മേമലക്കാരൻ ബൈജു.